ദശകം 15-ലെ 2-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിച്ച് അർത്ഥം പറയാൻ പോകുന്നത്. ഇതിൽ ശ്ലോകം വായിക്കാം. പ്രകൃതി മഹദഹങ്കാരാച്ഛ മാത്രാച്ഛ ഭൂതാന്യഭിഹൃതവിദേശാക്ഷി പൂരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരുതിത്വം ദേവഹോത്യൈനഗാദീഹി. അപ്പം ഈ കപില മുനി അമ്മയെ ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകത്തിലും അങ്ങനെയാണ്. അപ്പം ഓരോ തത്വങ്ങളും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പ്രകൃതി മഹദഹങ്കാരാച്ച പ്രകൃതി മഹത് എന്ന് വെച്ചാൽ മഹത്തത്വം, അഹങ്കാരം, മാത്രാച്ച 5 തന്മാത്രകളും. 5 തന്മാത്രകൾ എന്ന് പറയുന്നത് രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം എന്നിവയാണ് 5 തന്മാത്രകളും. ഭൂതാനഭി പഞ്ചഭൂതങ്ങളും. പഞ്ചഭൂതം എന്ന് വെച്ചാൽ ഭൂമി, വെള്ളം, ആകാശം, അഗ്നി ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളും. ഹൃദപി മനസ്സ്, ദശാക്ഷി 10 ഇന്ദ്രിയങ്ങൾ. 10 ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയമുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്. അതിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. അടുത്ത് പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് പറയുന്നത് കൈ, കാല്, വാക്ക്, വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം ഇതൊക്കെയാണ്. ജനനേന്ദ്രിയങ്ങൾ കൈ, കാല്, വാക്ക്, വിസർജനേന്ദ്രിയം എന്നിവയാണ് ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുറം ലോകങ്ങളിൽ നിന്ന് കൂടി കിട്ടുന്ന ജ്ഞാനം കിട്ടുന്നതാണ് ജ്ഞാനേന്ദ്രിയം. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് പുറം ലോകങ്ങളിൽ നിന്ന് ജ്ഞാനം കിട്ടുന്നതാണ്. പ്രവർത്തികൾ ചെയ്യുന്നതാണ് കൈ, കാല്, വാക്ക്, വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ പൂരുഷ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം എന്നാണ്. ആ പരബ്രഹ്മം ഇതെല്ലാം അടങ്ങിയ ആ പരബ്രഹ്മം പഞ്ചവിംശക എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ചേരുമ്പം 5. പഞ്ച എന്ന് വെച്ചാൽ 5, വിംശക 20, വിംശ എന്ന് വെച്ചാൽ 25 തത്വങ്ങൾ എന്നാണ് പറയുന്നത്. 25 തത്വങ്ങൾ. ഇത്രയും തത്വങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇതി വിദിത വിഭാഗോ ഇപ്രകാരം മനസ്സിലാക്കിയ മനസ്സിലാക്കിയവർ ഇപ്രകാരം മായയിൽ നിന്നൊക്കെ മോചനം കിട്ടുന്നു. വിഭാഗോ മുച്യതേ അസൗ പ്രകൃത്യ എന്ന് പറഞ്ഞാൽ മായ എന്നാണ്. ആ മായ ഇതെല്ലാം മനസ്സിലാക്കി 24 പഞ്ചതത്വങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ ആ മായയിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നു. 24 തത്വങ്ങൾക്കും ചൈതന്യം കൊടുക്കുന്നത് 25-ാമത്തെ മഹത്തത്വം വെച്ചാൽ പൂരുഷൻ എന്ന് പറഞ്ഞത് ആ പരബ്രഹ്മം. ഇതിനെ പറ്റിയൊക്കെയുള്ള ശരിക്കും മനസ്സിലാക്കിയ ആ ആളുകൾക്ക് മായയിൽ നിന്നും മോചനം കിട്ടുന്നു എന്നാണ് ആ കപില ഭഗവാൻ ആ ദേവഹൂതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.